ലോകത്തിന് മുമ്പാകെ വേദമഹിമയെ ഏറ്റവും അധികം പ്രചരിപ്പിക്കുന്നതിൽ മാക്സ് മുള്ളറും മറ്റും വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. അതിനെല്ലാം നമ്മൾ ബഹുമാനിക്കുന്നു. ഐൻസ്റ്റീനെ പോലുള്ള മഹാമനീഷികളാവട്ടെ, അല്ലെങ്കിൽ ഓപ്പൺഹീമറിനെ പോലുള്ള മഹാമനീഷികളാവട്ടെ, അവർ വേദാന്ത ദർശനങ്ങളാൽ ആകൃഷ്ടരായി അതിനാൽ പ്രഭാവിതരായി എന്നുള്ളതും പരമാർത്ഥമാണ്. അതിനൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഭാരതത്തിൽ അത്രയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ വിഷമമാണ്. കാരണം എത്രയോ ഭാരതീയരായ വിദ്വാൻമാർ കലയുടെ, സാഹിത്യത്തിൻ്റെ, ആധ്യാത്മിക തത്വചിന്തയുടെ, ധർമ്മബോധത്തിൻ്റെ എന്ന് വേണ്ട വ്യത്യസ്ത മേഖലകളിൽ വേദത്താലും വൈദിക ദർശനങ്ങളാലും ആകൃഷ്ടരായി തന്നെയാണ് ശാസ്ത്രത്തെ ലോകത്തിൽ പ്രസരിപ്പിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ വളരെ വ്യാപകമായി വേദാന്ത വിചാരം, വേദാന്ത ചിന്തകൾ ഇന്ന് പ്രചരിതമാണ്. തീർത്തും അമേരിക്കയിലെ വിദ്വാൻമാർ ഈ വേദാന്ത വിചാരത്തിൽ ആകൃഷ്ടരാവുകയും അതിനെ കൂടുതൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് കാരണഭൂതരായി പ്രവർത്തിച്ചതാരാ? അത് നോക്കുമ്പോൾ ഭാരതീയ വിദ്വാൻമാരാണ്, ഇവിടെ നിന്ന് പോയവരാണ്. ഇതെല്ലായിടത്തും കാണാൻ കഴിയും. പറഞ്ഞു വിവേകാനന്ദ സ്വാമികളെ തുടർന്ന് അമേരിക്കയിൽ ഹിന്ദു ധർമ്മ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വ്യാപരിച്ചത് തുരീയാനന്ദ സ്വാമികൾ, ത്രിഗുണാതീതാനന്ദ സ്വാമികൾ, അഖണ്ഡാനന്ദ സ്വാമികൾ, അഭേദാനന്ദ സ്വാമികൾ തുടങ്ങിയവരാണ്. അതിനെ തുടർന്ന് രാമകൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഒരു പരമ്പര ഇന്നും അണമുറിയാതെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ പരംപൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ, ചിന്മയാനന്ദ സ്വാമികളുടെ ശിഷ്യ വൃന്ദം, വിശേഷിച്ച് ദയാനന്ദ സരസ്വതി സ്വാമികൾ, അങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ മഹാപുരുഷന്മാർ. രംഗനാഥാനന്ദ സ്വാമികൾ, ഒരു കാലത്ത് ദി കൾച്ചറൽ അംബാസഡർ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ട രംഗനാഥാനന്ദ സ്വാമികൾ. അതിന് സന്യാസിമാർ മാത്രമാണെന്ന് വിചാരിക്കരുത്. അല്ലാതെയും ധാരാളം വിദ്വാൻമാർ ഈ വൈദിക പ്രഭയെ ലോകം മുഴുവൻ പ്രസരിപ്പിച്ചിട്ടുണ്ട്, ഇന്നും പ്രസരിപ്പിക്കുന്നുണ്ട്, നാളെയും പ്രസരിപ്പിക്കാനുണ്ടാവും.